no foreknowledge of things to happen, but every opportunity is God given. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗം നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. The verse we read this morning is a familiar one. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായ ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. And we read what is deemed to be important from Paul. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. And we read here, therefore, if you think you're standing, be careful that you do not fall. ഈ അധ്യായം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിനും കീഴായിരുന്നു. This chapter begins for our brothers that are forefathers were all under cloud. ആ ഭാഗം നമ്മളിങ്ങനെ വായിച്ച് കടന്നു വരുമ്പോൾ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തിന് വേണ്ടി ഒരുക്കിയതായ നന്മകളെ ആണ് അവർ അത് ഒന്ന് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും ഓർക്കുവാനും ഒക്കെയും നമുക്ക് കഴിയുന്നത്. And as we read through the chapter, we think about the blessings that they received. ഇന്ന് പൽക്കാലത്തെ നമ്മുടേതായ ചിന്ത എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ വിഷയം എന്ന് ചോദിച്ചാൽ വീഴാതിരിപ്പാൻ സൂക്ഷിക്കുക എന്നുള്ളതാണ്. I desire to talk to you this morning on the topic, be careful that you don't fall. ആമേൻ. നമ്മളെല്ലാവരും കൃപയാൽ നിന്ന് ദൈവം നമ്മെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. We are all standing in grace. എന്നാൽ പല ക്രിസ്ത്യാനികളും വീഴുന്നത് അവർ ദുർബലരായതുകൊണ്ടല്ല, മറിച്ച് അവർ ശക്തരാണെന്ന് കരുതുന്നത് കൊണ്ടാണ്. And many Christians fall not because they're weak, but they think they're strong. ആമേൻ. അവർ വീഴുന്നത് അവർക്ക് കൃപയില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അവർക്ക് ഇനി കൃപ ആവശ്യമില്ലെന്ന് അവർ കരുതുന്നത് കൊണ്ടാണ്. They don't fall because they don't have grace, but because they think grace is adequate. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്നതായ സമയമെന്ന് പറയുന്നത് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നതായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. We're living in a time of deception. ആമേൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നത്ര കൃപയില്ലാതിരിക്കുമ്പോൾ തന്നെ, ആമേൻ, ദൈവത്തിൻ്റെതായ സാന്നിധ്യം ഇല്ലാതിരിക്കുമ്പോൾ തന്നെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നതായ വിധത്തിൽ നമ്മുടെ മനസ്സിനെയും നമ്മുടേതായ ഹൃദയത്തെയും ജീവിതത്തെയും അപകടത്തിലേക്ക് നയിക്കുന്നതായ ശക്തി. There are powers that are deceiving you to think that you actually have the presence and power of God when you don't. ആമേൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പവുമില്ല, എൻ്റെ ജീവിതം നന്നായി പോകുന്നു, എനിക്ക് യാതൊരു വിധത്തിലും അതായത് ക്ഷീണിക്കുവാനോ മടുത്തു പോകുവാനോ നിരാശപ്പെടുവാനോ ഒന്നുമില്ല എന്ന് പറഞ്ഞു നമ്മെ അതായത് വളരെ ഫാൾസായിട്ട് നമ്മെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, തൃപ്തീകരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ഞാൻ നിങ്ങളും കടന്നു പോകുന്നത്. We are going through a time where falsely you are being made to think that you lack nothing and you have everything. ആമേൻ. ഇവരെ കുറിച്ച് ഈ ജനത്തെ കുറിച്ച് വായിക്കുമ്പോൾ അവരെല്ലാവരും സമുദ്രത്തോടെ കടന്നു പോയവരാണ്. When you read about them, they are walking through the sea. ആമേൻ. അവരെല്ലാവരും മോശയോട് ചേർന്നവരാണ്. They are with Moses. അവരെല്ലാവരും ആത്മീയ ആഹാരം തിന്നവരാണ്. They had the spiritual food. അവർക്കെല്ലാവർക്കും ദൈവവുമായിട്ടുള്ളതായ കൂട്ടായ്മയുടെ ബന്ധം ഉണ്ടായിരുന്നവരാണ്. They have the fellowship and strength with God. എന്നാൽ 5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന, വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്. But when we come to the 5th verse, we are met with a serious assertion. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. We read, nevertheless God was not pleased with most of them. അവിടെ നിന്നില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. And we read further that you should not forget their bodies were scattered over the desert. ആരെയാണ് തള്ളിയിട്ടത്?
who were being abandoned, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ those selected by God, ആരെയാണ് തള്ളിയിട്ടത്? who were abandoned, ചെങ്കടലിലൂടെ കടന്ന് മോശയോട് ചേർന്നവരെ those who crossed the Red Sea with Moses, ആരെയാണ് തള്ളിയിട്ടത്? who were being left apart, ദൈവത്തിൻ്റെതായ കൃപകൾ ഒന്നിനു പുറകെ ഒന്നായി പ്രാപിച്ച് ഹല്ലേലൂയ കർത്താവിൻ്റെതായ മഹത്വം തങ്ങളുടേതായ കണ്ണുകൊണ്ട് കണ്ടവരെ, those who continually experienced the grace of God and saw the mighty, almighty God. നമ്മുടെ ക്രിസ്തീയ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ ഇന്നത്തെ ക്രിസ്തീയ ഭാഷയിൽ നമ്മൾ സംസാരിച്ചാൽ, If you talk in today's Christian language, അവർ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടവരാണ്. they were saved, അവരെല്ലാവരും സ്നാനപ്പെട്ടവരാണ്. they were baptized, അവരെല്ലാവരും തിരുമേശയിൽ നിന്ന് ഭക്ഷിച്ചവരും പാനം ചെയ്തവരുമാണ്. they were partakers of the Lord's table. ഹല്ലേലൂയ. എന്നിട്ടും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന്. Yet God was not pleased with most of them. ഇന്ന് പൽക്കാലം നാം ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ ആയിരിക്കുമ്പോൾ, ദൈവജനമേ, ഹല്ലേലൂയ, നാം നിൽക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ നാം വീഴാതിരിപ്പാൻ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. And therefore it is important that this morning, that if you're standing, be careful that you don't fall. ആമേൻ. ഹല്ലേലൂയ. ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, As the first point, here it is. ആമേൻ, തെറ്റായ ആത്മവിശ്വാസം നമ്മളെ ആത്മീയമായി അപകടത്തിലേക്ക് നയിക്കും. False confidence is spiritually dangerous. ആമേൻ. നമ്മൾ മനസ്സിലാക്കണം, തെറ്റായ ആത്മവിശ്വാസം എന്ന് പറയപ്പെടുന്നത് നമ്മെ ആമേൻ സ്പിരിച്വലി ആത്മീയമായി അപകടത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. A false confidence is one that will lead you in a dangerous path. ആമേൻ. ഹല്ലേലൂയ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? And what I mean to tell you ഞാൻ is, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹല്ലേലൂയ, വിശ്വാസികൾക്കെതിരെ സാത്താൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് എനിക്ക് നിങ്ങൾക്ക് ഇല്ലാത്തത് ഉണ്ടെന്ന് പറയുക. and it is a tactic Satan uses to deceive you to think that you have something which you don't. അവൻ എന്ന് പറഞ്ഞാൽ തന്റെ തന്ത്രങ്ങളിൽ ഒരു കാര്യമാണ് ആത്മവിശ്വാസം എന്നുള്ള കാര്യം. A tactic is a false confidence. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, അവൻ ആത്മീയമായി അധപ്പതിച്ചു കൊണ്ടിരിക്കുമ്പോഴും, അതായത് വീണുകൊണ്ടിരിക്കുമ്പോഴും തന്നോട് സാത്താൻ വന്ന് പറയും, നീ പള്ളിയിൽ പോകുന്നുണ്ട്, നീ ആരാധനയ്ക്ക് പങ്കുകൊള്ളുന്നുണ്ട്, നീ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നിനക്കൊരു കുഴപ്പവുമില്ല എന്ന് പറയുന്നതായ തന്ത്രം. In the midst of spiritual depravity, Satan tells you, you are worshiping, you are praying, and that is the tactic. അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്, എനിക്കും നിങ്ങൾക്കും, ഞാൻ ഈ സംസാരിക്കുമ്പോൾ നിങ്ങളോട് മാത്രമല്ല ഞാൻ ഈ സംസാരിക്കുന്നത്, ഈ വർഷത്തിൻ്റെതായ അവസാന ദിവസങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ, നമുക്ക് ഒരു മടങ്ങി വരവ്, കർത്താവിലേക്ക് ഒരു മടങ്ങി വരവ് ഏറ്റവും ആവശ്യമാണ്. As we come to the end of this year, it is important for us to return back to God. ചില ആഴ്ചകളായി ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. You are familiar. For the last few weeks I've been talking about this. നമുക്ക് കർത്താവിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. It is important for us to return back to God. ആണ്ടുകൾ കഴിയും മുമ്പേ ദൈവത്തിൻ്റെതായ പ്രവൃത്തിയെ ജീവിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെതായ പദ്ധതിയാണ്. It is God's plan, but by the end of the year He will bring it to life. അവർ ഇന്നലത്തേക്കാൾ നാം ഒരു ദിവസം കൂടെ കർത്താവിനോട് അടുത്തിരിക്കുക. Even from yesterday we have become one more day closer to God. ഇന്നലത്തേക്കാൾ ഒരു ദിവസം കൂടെ നമ്മുടെ മരണത്തോടോ അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനോട് നാം അടുത്തിരിക്കുക. We are one more day closer to our death or His coming. അവൻ നമ്മൾ നാട്ടിൽ പറയുന്നത് പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെയും, അതായത് വെള്ളം കോരിയിട്ട് വൈകുന്നേരത്ത് കൊണ്ടുവന്ന് കുടവിട്ട് ഉടയ്ക്കുന്ന പരിപാടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. As we say in Kerala, we draw water from morning to evening. At the end of the day, we break the pot that we drew from. ദൈവജനമേ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമുക്ക് ഒരു നിത്യതയുണ്ട്. ദൈവം നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടിയാണ് ഹല്ലേലൂയ നമ്മെ വീണ്ടെടുത്തത്. വഴിക്ക് വെച്ച് മന്നായും കാടയും തന്ന് തൃപ്തിപ്പെടുത്തുവാനായിട്ടല്ല കർത്താവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. There is an eternity, and we have been called for that eternity
not to be satisfied with the manna and be left here. അവൻ മരുഭൂമിയിൽ ലഭിക്കുന്നതായ മന്നയും മരുഭൂമിയിൽ ലഭിക്കുന്നതായ കാടയും മരുഭൂമിയിൽ ലഭിക്കുന്നതായ വെള്ളവും നല്ല കാര്യം. പക്ഷേ അവിടെ തൃപ്തരായി കഴിയരുത്. നമ്മുടെ കണ്ണെപ്പോഴും നമ്മുടെ ദൈവത്തിങ്കിലേക്കായിരിക്കണം. Do not be satisfied with the manna and the water you get in the desert, but keep your eyes fixed on God. അവൻ ദൈവത്തിൻ്റെതായ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ ഒരു കാര്യം, ഈ ദിവസങ്ങളിൽ കർത്താവ് എനിക്കൊരു മടങ്ങി വരവ് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. May we pray these days, God, give us a return back to you. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്കെല്ലാം ഉണ്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ, ഹല്ലേലൂയ, അങ്ങനെയുള്ളതായ വ്യക്തികളെ ഒരു കാര്യവും പഠിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയില്ല എന്നുള്ളതാണ് ശരി. The truth is there are folks who think they know everything. They cannot be taught. ആമേൻ. ഹല്ലേലൂയ. എനിക്കെല്ലാം അറിയാമെങ്കിൽ എനിക്കൊന്നും പഠിക്കാൻ പറ്റത്തില്ല. If I know everything, how will I learn anything? അത് എവിടെ തന്നെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹല്ലേലൂയ ഡോക്ടറുടെ ഓഫീസിൽ പോയാലും, ഓഫീസിന്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഫീൽഡിൽ തന്നെയാണെന്ന് പറഞ്ഞാലും, ജോലി ചെയ്യുക, ഒരു പുതിയ ജോലി പഠിക്കണമെങ്കിൽ നമ്മൾ എനിക്കറിയില്ല എന്നുള്ള ഒരു മാനസിക നിലയിലേക്ക് കടന്നു വരണം. Whether you are in a medical or a computer field, unless you have the desire, you cannot learn anything. എന്നാൽ എനിക്കിനി ഒന്നും പഠിക്കാനില്ല, എനിക്കിനി ഒന്നും പ്രാപിക്കാനില്ല എന്ന ഒരു ചിന്തയോടുകൂടിയാണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിൽ ആത്മീയമായും നമ്മൾ അങ്ങനെ തന്നെ അധപ്പതിച്ചു പോകും. If you think you lack no knowledge even in the spiritual life, you will lack everything. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാത്താൻ വന്ന് നമ്മുടെ ചെവിയിലേക്ക് മന്ത്രിക്കുന്ന കാര്യമാണ്, മകനെ മകളെ നിനക്കൊരു കുഴപ്പവുമില്ല, പാസ് അവിടെ ഒന്നുകൊണ്ട് പലത് പറയാം, അതൊന്നും നീ ഗണ്യമാക്കണ്ട, നീ കംപ്ലീറ്റ്ലി ഓക്കെയാണ് എന്ന് പറഞ്ഞ് നമ്മെ മന്ത്രിച്ച് തെറ്റിക്കുന്ന പരിപാടിയാണ് സാത്താനുള്ളത്. So Satan has a tactic to whisper into your ear, you are perfect, let pastor speak anything. അവർ ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നമുക്ക് ഒന്ന് മടങ്ങി വരാം. കർത്താവേ, ഞാൻ ഒന്നുമല്ല, ഹല്ലേലൂയ, ഒന്നുമായിട്ടില്ല. എൻ്റെ കർത്താവിനെ സേവിക്കുവാൻ, എൻ്റെ കർത്താവിൻ്റെതായ വിശ്വസ്തയോട് സേവിക്കുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Can we pray, Lord, I am nothing, give me the grace to serve you. ആമേൻ. രണ്ടാമത്തെ സംഗതി എന്തെന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ പോയിന്റ് എന്തെന്ന് ചോദിച്ചാൽ, അമിത വിശ്വാസവും, ഹല്ലേലൂയ, ആ വിശ്വാസം പ്രാർത്ഥനയും വചനത്തെയും അവഗണിക്കുവാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുന്നു. A second point is that overconfidence will make you neglect prayer and the word. നമ്മെക്കുറിച്ച് ഞാൻ പാട്ടുപാടിയതുപോലെ ദൈവവചനമാണ് നമ്മെ കർത്താവിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. As we sang, it is the word of God that leads us to Christ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് പ്രാർത്ഥന. In a similar manner, it's important is prayer. അവൻ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെതായ അവൻ ജീവനാഡിയാണ്. അല്ലെങ്കിൽ നമ്മെ നിലനിർത്തുന്നത്, ഒരു ദൈവവുമായി, ഒരു ദൈവ പൈതലിനെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയും ദൈവത്തോടുള്ള സംസാരവുമാണ്. In our Christian life, our connection with God is through prayer. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്, ഹല്ലേലൂയ, അവൻ അങ്ങനെ നാം ആയിരിക്കേണ്ടതിന് പകരം ഇതെല്ലാം അവഗണിക്കുവാൻ തക്കവണ്ണം സാത്താൻ നമ്മെ പ്രേരിപ്പിക്കും. But Satan will try to prevent you from praying. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ അതായത് പ്രാർത്ഥന നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, ദൈവമെല്ലാം കാണുന്നല്ലോ, ദൈവമെല്ലാം അറിയുന്നല്ലോ എന്ന് പറഞ്ഞ് അതൊരു ഓപ്ഷനായിട്ട് മാറിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയപ്പെടുന്നത് ശക്തിയില്ലാതായിട്ട് മാറും. Satan will tell you God knows everything, he sees everything, why do you pray? And when you do that, you will become powerless. ആമേൻ. ഹല്ലേലൂയ. ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതായ ഒരു ഭയങ്കര, ആമേൻ, ഹല്ലേലൂയ, ഒരു ആമേൻ ദൈവമായ കർത്താവിൻ്റെതായ വചനത്തിന് വിരുദ്ധമായി സാത്താൻ കൊണ്ട് വരുന്നതായ ഒരു വലിയ തന്ത്രമാണ്. And this is a tactic that Satan uses against the word of God in your life. എന്നാൽ ഇന്ന് പൽക്കാലം നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്നതായ ഒരു കാര്യമുണ്ട്. But Christ is telling you one thing today. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ, ഹല്ലേലൂയ, അവൻ ഇടറിപ്പോകാതെ ദൈവത്തെ അനുഗമിക്കണമെന്നുള്ളതാണ്
കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. But God desires that we follow him relentlessly. ആമേൻ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലൂടെയും കടന്നുപോയാലും കർത്താവെ അവിടുന്ന് എനിക്ക് മതി എന്നുള്ളതായ ഒരു ചിന്താഗതി നമുക്കുണ്ടാകണം. We must have this thought, no matter what circumstance, I will stand with God. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നാൽ അമിത വിശ്വാസമാണ് നമ്മുടെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇത് ഒരിക്കലും സാത്താൻ നമ്മെ സമ്മതിക്കുകയില്ല. But as I said, if you have that overconfidence, then Satan will prevent you. നമുക്കറിയാം പത്രോസിനെ കുറിച്ചുള്ളതായ ഒരു കഥ. We know about Peter. ആമേൻ. പത്രോസ് കർത്താവിനോട് പറയുകയാണ്, എല്ലാവരും കർത്താവെ അങ്ങേ തള്ളി പറഞ്ഞാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, തള്ളി പറയത്തില്ല. And Peter tells Lord, even if everyone forsakes you, I will never forsake you. എല്ലാവരും കർത്താവിനെ വിട്ടുപോയാലും ഞാൻ വിട്ടുപോകത്തില്ല. Even if everyone abandons you, I will not. പക്ഷേ ദൈവവചനം വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന നഗ്നമായ ഒരു സത്യം എന്തെന്ന് ചോദിച്ചാൽ അന്ന് രാത്രി തന്നെ കർത്താവിനെ 3 പ്രാവശ്യം, ഒരു പ്രാവശ്യമല്ല 3 പ്രാവശ്യം കർത്താവ് പറഞ്ഞതുപോലെ തന്നെ തള്ളി പറഞ്ഞു. But we read in the word of God that same night Peter denied 3 times Jesus. എന്താണ് ഇവിടെ സംഭവിച്ച? അമിതമായി തന്നെ തന്നിൽ തന്നെ അങ്ങ് വിശ്വസിക്കുക. What happened here? He was overconfident in himself. അദ്ദേഹം പറയുന്നത് എനിക്ക് ഈ കാര്യം കൈകാര്യം ചെയ്യാൻ അറിയാൻ, ഞാൻ ഇത് കൈകാര്യം ചെയ്യുമെന്നുള്ള അമിതമായ സെൽഫ് കോൺഫിഡൻസ്, അമിതമായ വിശ്വാസമാണ്. He had this self-confidence that he can manage it himself. ആമേൻ, ഹല്ലേലൂയ. പത്രോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അങ്ങനെ വിശ്വാസത്തോടുകൂടെ, അമിത വിശ്വാസത്തോടുകൂടെ, ഹല്ലേലൂയ, അവൻ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് വഴുതി പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. But we read, due to his overconfidence, he slips away. ആമേൻ, ഹല്ലേലൂയ. അതുപോലെ തന്നെ നമുക്ക് പഴയ നിയമത്തിൽ മറ്റൊരു രാജാവിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. If we look to Old Testament, we'll find a king. ആമേൻ. അവിടെ വായിക്കുന്നത് പ്രത്യേക 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 26-ാം അധ്യായത്തിലാണ് അദ്ദേഹത്തെ കുറിച്ച് വായിക്കുന്നത്. If you go to 2 Chronicles in the 26th chapter, ആ 26-ന്റെ 5-ലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ in the 5th verse, ദൈവ ഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെഖര്യാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. he sought God during the days of Zechariah. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. As long as he sought the Lord, God gave him success. എന്നാൽ അതേ അധ്യായത്തിൽ തന്നെ നമ്മൾ കടന്നു വരുമ്പോൾ And later in the same chapter, 16-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ when you come to the 16th verse, അവൻ ബലവാനായപ്പോൾ, when he became powerful, അവന്റെ ഹൃദയം നാശത്തിനായിട്ട് നിഗളിച്ചു. his pride led him to his downfall. അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്ത് ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിലേക്ക് കടന്നു ചെന്നു. He was unfaithful to the Lord. He entered the temple to burn incense on the altar. എന്താണ് ഞാൻ ഇവിടെ പറയാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്? Here is what I'm trying to tell you. പ്രാരംഭം നല്ലതായിരുന്നു. The beginning was good. എന്നാൽ കൂടുതൽ സമയം കഴിഞ്ഞു പോയപ്പോൾ, But as time went by, അവൻ അമിതമായ ഒരു സെൽഫ് കോൺഫിഡൻസ് അവന്റെ ഉള്ളിലേക്ക്, ഒരു അമിതമായ, അതായത് ഒരു വിശ്വാസം തന്നിലേക്ക് കടന്നു വന്നു. a self-confidence came into him. ഹല്ലേലൂയ. ദൈവമായ കർത്താവ്, യഹോവയായ ദൈവം പുരോഹിതന്മാർക്ക് മാത്രം വെച്ചിരിക്കുന്ന ആ നിലയിലേക്ക് താൻ കൈ കടത്തുവാൻ തക്കവണ്ണം ഇടയായി. He went into the positions that was reserved for the priests. ആമേൻ. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നതായി വിഷയം എന്ന് ചോദിച്ചാൽ, എന്നെയും നിങ്ങളെയും തകർക്കുവാൻ തക്കവണ്ണം സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. What I'm trying to tell you is Satan is trying to destroy us. ആമേൻ. എന്നാൽ ഇന്ന് പൽക്കാലം എനിക്ക് നിങ്ങൾക്ക് കർത്താവ് ഒരു വാക്യം തന്നിട്ടുണ്ട്. But for you and me, God has given a verse. നിങ്ങൾ സാത്താനോട് എതിർത്ത് നിൽപ്പീൻ. You resist the evil one. അവൻ നിങ്ങൾ എതിർത്ത് നിൽക്കുകയാണെങ്കിൽ, If you resist him, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. he will flee from you. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ, ആമേൻ, സ്വന്തമായിട്ടുള്ളതായ നിലയിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ തക്കവണ്ണം കഴിയാതെ വരുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൻ്റെതായ
ഡിസിപ്ലിൻ എല്ലാം നശിപ്പിച്ചിട്ട് നമ്മളെ തകർക്കുവാൻ തക്കവണ്ണം അവൻ സാത്താൻ ശ്രമിക്കും. Satan will try to destroy your discipline and weaken you. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഹല്ലേലൂയ, ദൈവത്തോട് അടുക്കുന്നതിന് പകരം ദൈവ നിയമങ്ങൾ, ദൈവികമായ വചനങ്ങൾ പ്രമാണിക്കേണ്ടതിന് പകരം ഹല്ലേലൂയ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ഇതും ദൈവം അംഗീകരിക്കുമെന്നുള്ളതായ നിലയിൽ ഹല്ലേലൂയ ഉസിയ രാജാവ് ചെയ്തതുപോലെ നമ്മുടെ സ്വന്തം പ്രവൃത്തികളുമായി ദൈവത്തെ സമീപിക്കുവാൻ തക്കവണ്ണം തുടങ്ങും. Instead of drawing to God, you like King Uzziah will grow and try and replace the principles. എന്താണ് ഉസിയ രാജാവിന് സംഭവിച്ചത്? What happened to King Uzziah? അവൻ തുടങ്ങിയത് നന്നായിട്ടാ തുടങ്ങിയത്. He began well, ഹല്ലേലൂയ. എന്നാൽ അവൻ താൻ നിഗളിച്ചു പോയതുകൊണ്ട്, but because he became proud. ദൈവം അവനെ അടിക്കുന്നതായി അല്ലെങ്കിൽ അവന്റെ ജീവിതത്തെ നശിപ്പിക്കുന്നതായി നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം We കഴിയും. see that God destroys him. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇത് സംഭവിക്കാൻ പാടില്ല. This should not happen in your and my life. അതുകൊണ്ട് നിങ്ങൾ നിൽക്കുന്നു എന്ന് തോന്നുന്നതായി പ്രിയപ്പെട്ടവര്, ഞാനും നിങ്ങളും നിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ കർത്താവേ എന്നെ നിർത്തണമേ, വീഴാതെ നിർത്തണമേ, വീഴാതെ താങ്ങണമേ, വീഴാതെ എന്നെ സൂക്ഷിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Instead of thinking you are standing, pray to God, Lord, keep me from falling. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവമായ കർത്താവ് അടുത്ത പോയിന്റ് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, and the next point I want to bring to you, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നാൽ തീർച്ചയായിട്ടും വീഴ്ച സംഭവിക്കും. if we drift away from God's presence, you will surely fall. ആമേൻ. ഈ വീഴ്ച എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. So this fall is not something that happens overnight. ആമേൻ. ഹല്ലേലൂയ. ഞാൻ എന്താ പറഞ്ഞത്? വീഴ്ച എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആമേൻ അല്ലെങ്കിൽ വീഴ്ച എന്ന് പറയുന്നതായ സംഗതി പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. A fall in a Christian's life is not something that happens suddenly. ആമേൻ. ഹല്ലേലൂയ. പെട്ടെന്ന് വീഴുന്നതായ വിശ്വാസികൾ അപൂർവമാണ്. It is very rare they will fail so quickly. എന്നാൽ ഞാനും നിങ്ങളും അറിയാതെ ഗ്രാജുവലി ക്രമേണയാണ് വീഴ്ച നടക്കുന്നത്. But without our knowledge, we are gradually falling. എന്ന് പറഞ്ഞാൽ നിശബ്ദമായും ക്രമേണയാണ് വീഴ്ച നടക്കുന്നത്. What that means is silently and methodically it's happening. അവൻ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും അറിയാതെ അവൻ നമ്മുടെ മനസ്സിൽ കയറിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെതായ പ്രവർത്തന മണ്ഡലങ്ങളിൽ കയറിയിട്ട് ഞാൻ നീങ്ങിപ്പോകുന്നു, ഒഴുകിപ്പോകുന്നു എന്ന് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകാതെ അവൻ ഒഴുക്കിക്കൊണ്ടു പോകുന്ന ഒരു തന്ത്രമാണ് സാത്താനുള്ളത്. The tactic Satan uses is without your awareness, you will start drifting away slowly. എന്ന് പറഞ്ഞാൽ നമ്മുടേതായ ജീവിതത്തിൽ ദൈവികമായ വിഷയങ്ങൾക്ക് പ്രാധാന്യം കുറച്ചു കാണിക്കുക. It will start reducing the importance you associate with spiritual matters. പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കാതിരിക്കുവാൻ തക്കവണ്ണം നമ്മെ പ്രേരിപ്പിക്കുക. It will start reducing the prominence you give for prayer. ആമേൻ. ദൈവവചനം അല്ലെങ്കിൽ ഡിവോഷൻ ധ്യാനിക്കുന്നതിന് പകരം മറ്റ് വിഷയങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുക എന്നുള്ളതായിരിക്കും. Instead of being time in devotion, it will distract you. ആമേൻ. ഞാൻ ഒരു ഉദാഹരണം പറയാം. Let me give you an example. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫോൺ കൊണ്ട് നടക്കുന്നവരാണ്. We all carry phones with us. ഫോൺ അല്ലെങ്കിൽ ഐപാഡ് അല്ലെങ്കിൽ അതായത് നമുക്ക് അങ്ങനെയുള്ളതായ ഡിവൈസസ് ഒക്കെ ഉണ്ട്. We all have phones or iPad or such devices. ആ ഡിവൈസുമായിട്ട് നിങ്ങൾ ഫോൺ വേദപുസ്തകം എടുക്കാതെ തന്നെ ഫോണിൽ ഞാൻ ദൈവവചനം വായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഡിവോഷൻ സമയമായി വേർതിരിക്കാന്ന് വിചാരിക്കുക. Imagine you set time apart and instead of using the Bible, you use the device to read. അങ്ങനെ നിങ്ങൾ നിങ്ങളുടേതായ സ്ക്രീൻ ഒന്ന് ഓൺ ആക്കി. You turn the screen on. നിങ്ങൾ ബൈബിളിൽ കയറുന്നതിന് മുമ്പേ തന്നെ ഒരു ലിങ്ക് വന്നു. Before you open the Bible app, a link comes. നിങ്ങൾക്ക് ഇഷ്ടം
ഇഷ്ടമുള്ളതായ നിലയിലാണ് ഒരു ഹെഡിങ് കാണുന്നത്. It may be an attractive heading. ഏതായാലും ഒന്ന് ഓണാക്കി കഴിയാം, ഒന്ന് ഓണാക്കി നോക്കാം എന്ന് പറഞ്ഞൊന്ന് ഓണാക്കി എന്നിരിക്കട്ടെ. And let's imagine you tap on it. വളരെ ഇൻട്രസ്റ്റ് ആയ സബ്ജക്റ്റ് ആണ്. It is very interesting. നിങ്ങൾ അറിയാതെ 10 മിനിറ്റ് അങ്ങ് പോയി. And without your knowledge 10 minutes are gone. അത് തീർന്ന വഴിക്കാണ് മറ്റൊരു ലിങ്ക് അതിനകത്ത് വേറൊന്ന് വരുന്നത്. And before you finish another link comes. നിങ്ങൾ എന്തിനെ വരയ്ക്ക് കയറി ഇരുന്നത്? Now what were you sat there to നിങ്ങൾ do? എന്നും പറഞ്ഞു അവിടെ കയറി ഇരുന്നത്. What were you planning to do? ഞാൻ അറിയാതെ നിങ്ങൾ അറിയാതെ നിങ്ങളെ ദൈവവചനത്തിൽ നിന്ന് ഒഴുക്കിക്കൊണ്ടു പോകുന്ന തന്ത്രമാണ് സാത്താന്റെ തന്ത്രം. It is Satan's tactic to take you, drift you away without your knowledge. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധി ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ക്രമേണ ദൈവവചന ധ്യാനം പ്രാർത്ഥിക്കുവാൻ തക്കമുള്ളതായ സമയം എന്നിൽ നിന്ന് നിങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് എന്നെയും നിങ്ങളെയും ദൈവകൃപയിൽ നിന്ന് ഒഴുക്കി കളയുവാനായിട്ടാണ് സാത്താൻ ശ്രമിക്കുന്നത്. So Satan is methodically taking you away from reading and praying and taking you, drifting you away from God. അതുകൊണ്ട് ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന ദൈവജനമേ, കർത്താവേ ഹല്ലേലൂയ, എന്റെ ആത്മവിശ്വാസത്തിൽ ഞാൻ ഞെളിഞ്ഞു പോകാതെ ഹല്ലേലൂയ കർത്താവിനെ ഹല്ലേലൂയ ഭയപ്പെട്ട് ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. May we pray, God, instead of pride and my self-confidence, that I may depend upon your grace. ഹല്ലേലൂയ, ദൈവമായ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഭാവിക്കേണ്ടതിനെ മീതെ ഭാവിക്കാതിരിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കണമെന്നുള്ളത്. The God expects us that we do not esteem ourselves above ourselves. ഞാൻ പറഞ്ഞത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കളയണമെന്നല്ല. I am not saying do go away with your self-confidence. നമ്മൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ദൈവത്തെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒക്കെ നമുക്ക് വളരെ സെൽഫ് കോൺഫിഡൻസ് ആവശ്യമാണ്. ആ കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. I always often talk about it. We need self-confidence interacting with others. ദൈവികമായ കാര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അമിതമായ ആത്മവിശ്വാസം നമ്മെ നശിപ്പിക്കും. But when it comes to godly matters, excessive self-confidence will destroy you. നിന്റെ കാര്യമൊക്കെ ദൈവം അറിയുന്നുണ്ട്, നീ അതുകൊണ്ട് ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അതാണ് പലരും പറയുന്നത്. And that is what I often say. God knows everything. You don't need to sit and pray for it. കർത്താവ് സർവ്വജ്ഞാനിയല്ലേ? God is all-knowing. കർത്താവിനെ എല്ലാം അറിയാം. He knows everything. കർത്താവ് എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്നു. He knows you very well. അതുകൊണ്ട് ഞാൻ എന്തിനു ഇരുന്ന് പ്രാർത്ഥിക്കണം? Why should I sit and then pray? കർത്താവ് എന്നെ നന്നായിട്ട് അറിയുന്നു. God knows me well. ഇത് ആരുടെ പരിപാടിയാണ്? സാത്താന്റെ പരിപാടി. Whose tactic is it? It's the Satan's. ഹല്ലേലൂയ. അതുപോലെ തന്നെ ദൈവവചനം ധ്യാനിക്കുന്ന കാര്യം, ദൈവവചന ധ്യാനം എന്ന് പറയുന്നത് നാം ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ചെവി തുറന്ന് കാത്തിരിക്കുക, അതായത് ദൈവ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. And devotion is us, meditation is us sitting and waiting to listen to God. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരും പോകുന്ന സമയത്ത് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രസംഗം ഓണാക്കാന്ന് വിചാരിക്കും. And we may think instead of sitting, I will listen to a sermon on the way. അങ്ങനെ ചെയ്യുന്നെങ്കിൽ നല്ല കാര്യം. If you do it, great. എന്നാൽ നിങ്ങൾ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ സമയം സ്പെസിഫിക് ആയിട്ട് സമയം തിരഞ്ഞെടുത്ത് കർത്താവിനോട് സംസാരിക്കുവാൻ, കർത്താവിൽ നിന്ന് കേൾക്കുവാൻ ഹല്ലേലൂയ നമ്മൾ തുനിഞ്ഞാൽ നമ്മൾ ഒഴുകി പോകുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിയില്ല. But if you set apart time and do that what you're supposed to do, you will not drift away from God. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. If any man thinks he is standing, let him be careful he does not fall. ഹല്ലേലൂയ. അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? What must then we do? ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്കും നിങ്ങൾക്കും ദൈവം തരുന്നതായ ഒരു പ്രത്യേകതയാണ് ഹല്ലേലൂയ നാം ദൈവത്തിന്റെ സന്നിധിയിൽ താഴുക എന്നുള്ളത്. And in God's word it tells us we must humble ourselves. ഹല്ലേലൂയ നാം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക എന്നുള്ളത്. We must submit ourselves to God. Hallelujah. Without strong anchoring in the word of God, hallelujah, temptation will come. Hallelujah, that's stronger than ever. അത് നേരത്തെ ദിവസത്തെക്കാൾ വളരെ ശക്തിയോടുകൂടെ നമ്മെ പരീക്ഷിച്ച് ഇല്ലാതാക്കുവാൻ ശ്രമിക്കും. Without strong anchoring in the word, temptation will become stronger. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, നമുക്ക് ആശ്രയം
ആശ്രയിപ്പാൻ ഒരു ദൈവമുണ്ട്. We have a God whom we can depend upon. നമ്മെ വിളിച്ച് വേർതിരിച്ച ഒരു ദൈവമുണ്ട്. He is a God who set us apart. നമ്മെ മരുഭൂമിയിൽ കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. He is a God who brought us to the desert. ഇത്രത്തോളം നടത്തിയ ഒരു ദൈവമുണ്ട്. He is a God who made us walk. ഈ ദൈവം നമ്മെ മരുഭൂമിയിൽ പട്ടുകളയുവാൻ ഇല്ലാതാക്കുവാനായിട്ടല്ല കൊണ്ടുവന്നിരിക്കുന്നത്. He has not brought you to the desert so that you will rot away. എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. ആ പദ്ധതി എന്തെന്ന് ചോദിച്ചാൽ നമ്മെ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ്. He has a plan for you and me, and the plan is to take you to the promised land. ഇന്നലെ പൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് എന്റെ ജീവിതത്തെ ആ വിശ്വാസമാകുന്ന നങ്കൂരത്തിലേക്ക് ഉറപ്പിക്കുന്നുവെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? How many of you can say this morning, I submit myself to you and anchor myself in the faith? ആമേൻ. അടുത്തതായിട്ട് ഞാൻ ഓർപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത് സ്റ്റാൻഡിങ്, ഉറച്ചു നിൽക്കാൻ താഴ്മ, ആശ്രയം, ജാഗ്രത എന്നിവ ആവശ്യമാണ്. And the fourth point is standing firm requires humility, dependence and watchfulness. യെസ്, ഈ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഓട്ടോമാറ്റിക് തിങ്. അതായത് ഇത് തന്നെ സ്വതവേ കടന്നു വരുന്ന ഒരു കാര്യമല്ല. And standing firm is not something that comes naturally. നമ്മുടെ ജീവിതത്തിൽ we need to have a spirit, അതായത് നമുക്കൊരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ആവശ്യമാണ്. We need a spiritual discipline in our life. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമുക്കൊരു ഡിസിപ്ലിൻ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ച്, നമ്മുടെ ആത്മീയ ജീവിതത്തെ കുറിച്ച് നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. We must have a discipline about our spiritual life, about our faith. ഹല്ലേലൂയ നമുക്ക് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് കഴിയാത്തത് What we can do without our strength. അപ്പൊ ഒന്നുകൂടെ പറയട്ടെ. Let me say it again. അവൻ നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ട്, നമ്മുടെ യുക്തി കൊണ്ട് ചെയ്യുവാൻ കഴിയാത്തത് ഹല്ലേലൂയ നമ്മുടെ ദൈവത്തിന് വളരെ ഈസി ആയിട്ട് ചെയ്തു തരുവാൻ തക്കവണ്ണം കഴിയും. What we cannot do with our intellect and strength, God can achieve it easily through us. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വീഴാതിരിപ്പാൻ തക്കവണ്ണം കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, നിങ്ങൾ വീഴാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. God has told us something. Stay awake and pray so that you do not fall. അവർ കർത്താവ് ഗത്സമന തോട്ടത്തിൽ നിന്ന് വെച്ച് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വീഴാതിരിപ്പാൻ, നിങ്ങൾ അത് തോറ്റുപോകാതിരിപ്പാൻ, പരാജയപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണമാണ് പറയുന്നത്. In the Garden of Gethsemane, Jesus tells his disciples, stay awake and resist the evil. ഇന്ന് പൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ ഹല്ലേലൂയ ചെറുതായിട്ടൊന്ന് ഒഴുകുമ്പോൾ ഹല്ലേലൂയ കർത്താവ് നമ്മോട് പറയും, എന്നോട് നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ ഒഴുകാനുള്ള സാധ്യതയുണ്ട്. അവൻ ബി വിജിലന്റ്, ഹല്ലേലൂയ വളരെ വളരെ കരുതലുള്ളവരായിരിക്കുക എന്നുള്ളതായ അവർ നിർദ്ദേശം കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ ഇടയാകും. If you stay awake and pray even before you start drifting, God will point you are drifting. ഹല്ലേലൂയ ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. May we submit ourselves to God's hands. ഈ ഇസ്രായേൽ ജനത്തെ കുറിച്ച് നമ്മൾ ആ ഭാഗത്തേക്ക് ഒന്ന് മടങ്ങി വരുമ്പോൾ, When we turn to this Israelites, ഹല്ലേലൂയ, എല്ലാവരും സമുദ്രത്തോടെ ഇറങ്ങിയവരാണ്. they all walked through the sea. എല്ലാവരും മന്ന ഭക്ഷിച്ചവരാണ്. They all had manna. എല്ലാവരും അത് ഇറച്ചി ഭക്ഷിച്ച് ഹല്ലേലൂയ സംതൃപ്തി അണഞ്ഞവരാണ്. They were all satisfied with the quail. ഇവിടെ പറയപ്പെടുന്നത് ഒരു കാര്യമുണ്ട്, എന്നാൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. But here we read, God was not pleased with most of them. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, As we are here in the presence of God, നമുക്ക് നമ്മെ തന്നെ ഒന്ന് സ്വയശോധന ചെയ്യുവാൻ തക്കവണ്ണം കഴിയുമോ? are we able to examine ourselves? കർത്താവേ, അങ്ങ് പ്രസാദിക്കാത്തതായി എന്തെങ്കിലും എന്റെ ജീവിതത്തിലുണ്ടോ? Is there anything in my life that doesn't please അങ്ങ് you? പ്രസാദിക്കാത്തതായി ഏതെങ്കിലും വിഷയങ്ങൾ എന്നിലുണ്ടോ? Is there anything that displeases you? അവൻ കർത്താവേ, ഹല്ലേലൂയ, അവിടെ നമ്മൾ അവൻ വായിക്കുന്നതായ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, അവരെല്ലാവരും ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവർ
അത് കണ്ടവരാണ്, കേട്ടവരാണ്. എന്നാൽ ഹല്ലേലൂയ അവർക്ക് ദൈവം ആഗ്രഹിച്ച നിലയിലുള്ളതായ ആ നിലയ്ക്ക് കടന്നു പോകുവാൻ കഴിയാതെ എല്ലാവരും പട്ടുപോയതായിട്ട് കാണുവാൻ തക്കവണ്ണം കഴിയും. We read they all saw the miracles of God, but they were not able to raise themselves to the standard and they got destroyed. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവർ ചിലർ പരസംഗം ചെയ്ത് ഹല്ലേലൂയ നഷ്ടപ്പെട്ടു. Some were lost in adultery. ഹല്ലേലൂയ അവരിൽ ചിലർ ദൈവത്തെ പരീക്ഷിച്ചു. Some tested God. അതുകൊണ്ട് അവർ അഗ്നിസർപ്പത്താൽ അവർ നശിപ്പിക്കപ്പെട്ടു. So they were destroyed by the fire serpent. അവരിൽ ചിലർ പിറുപിറുത്തു. Some murmured. അതുകൊണ്ട് അവർ നശിച്ചുപോയി. And so they were destroyed. അപ്പോൾ ഇതെല്ലാം കർത്താവിൻ്റെതായി ദാസനായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് നമുക്ക് ഒരു ഉദാഹരണമായി ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞു തരികയാണ്. And Paul is telling us this is an example for us. നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. It is for our teaching. അതുകൊണ്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. If anyone thinks he's standing, let him be careful he does not fall. കർത്താവേ ഹല്ലേലൂയ ഇതുവരെയും കൊണ്ടുവന്നത് അവിടുന്നാണ്. Lord, you have got us this far. എൻ്റെ ആയുസ് അവിടുത്തെയാണ്. Our life is yours. ഞാൻ നടക്കുന്നത് അങ്ങ് നടത്തുന്നത് കൊണ്ടാണ്. I walk because you lead എൻ്റെ me. ജോലി അവിടുന്ന് തന്നത് My കൊണ്ടാണ്. job is given by എനിക്ക് you. സ്ഥിരമായി ബുദ്ധി നൽകിയിരിക്കുന്നത് കർത്താവ് അവിടുന്ന് തന്നത് My കൊണ്ടാണ്. intellect is what you've given. ഹല്ലേലൂയ എനിക്ക് സംസാരിപ്പാൻ കൃപ തന്നത് അവിടുന്ന് കൃപ തന്നത് കൊണ്ടാണ്. Lord, it is your grace that I speak with. ഹല്ലേലൂയ ഞാൻ എവിടൊക്കെ ഏതൊക്കെ നിലയിൽ ഹല്ലേലൂയ നന്മകൾ പ്രാപിക്കുന്നുണ്ടോ അതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. Lord, every blessing is your giving. ഹല്ലേലൂയ ഇതൊന്നും എന്റേതല്ല. Nothing is mine. ഹല്ലേലൂയ എല്ലാം അങ്ങയുടെ ദാനമാണ്. Everything is your gift, Lord. കർത്താവേ ഇന്ന് പൽക്കാലം എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെ കുറിച്ച് അങ്ങ് ആഗ്രഹിക്കുന്നതായ നിലയിൽ ഹല്ലേലൂയ അന്ത്യത്തോളം നിലനിൽക്കുവാൻ ദൈവമേ കൃപ തരണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയും? How many of you can pray this morning, Lord, give me the grace that I can stand to the end? ആമേൻ ഹല്ലേലൂയ അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മെ വഴിക്ക് വെച്ച് അല്ലെങ്കിൽ സർപ്പങ്ങളാലോ അല്ലെങ്കിൽ യുദ്ധം നേരിട്ട് യുദ്ധത്തിൻ്റെതായി കെടുതികളോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായി സംഹാരത്തോലോ നശിപ്പിക്കുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ അക്കരെ നാട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. He will not lead you astray. He will not abandon you or destroy you. He will take you to the other shore. ഹല്ലേലൂയ ഇന്ന് രാത്രി പൽക്കാലം നാം ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ As we are in the presence of God, നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. may we have this prayer. കർത്താവേ ഞാൻ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. Lord, I desire to stand കർത്താവേ firm. ഞാൻ തന്നെ എന്റെ ജീവിതത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. I consecrate my life to you. കർത്താവേ എനിക്ക് അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ കൃപ തരണമേ. Give me your grace to depend upon you. ദിവസവും പ്രാർത്ഥിപ്പാനും ദൈവവചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും ദൈവമേ കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Give me grace to read and meditate every day. എനിക്ക് എന്റെ സ്വന്തം ശക്തി കൊണ്ട് കഴിയുകയില്ല. I cannot do this on my own. എനിക്ക് ആത്മാവിന്റെ ശക്തി വേണം. I need the strength of your spirit. എന്നെ സകല സത്യത്തിൽ നടത്തുന്ന ദൈവശക്തി ആവശ്യമാണ്. I need the power of God that lead me in all കർത്താവേ truth. ആ ദൈവത്തിൻ്റെതായ ശക്തി എന്നിൽ പകരുമാറാകണമേ. Pour out your strength in me. ഹല്ലേലൂയ കർത്താവേ ഈ ദിവസങ്ങൾ ആ ശക്തിയാൽ ഒരു ജയജീവിതം നയിക്കുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Lord, give me your grace to lead a victorious Christian life. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. സൺഡേ സ്കൂൾ ചിൽഡ്രൻ പ്ലീസ് ഗോ ഫോർ ദ സൺഡേ സ്കൂൾ. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. എല്ലാവർക്കും ഒരു മിനിറ്റ് കേൾക്കപ്പെട്ടതായ ദൈവത്തിൻ്റെതായ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ആമേൻ. ഹല്ലേലൂയ. ലെറ്റ്സ് സറണ്ടർ. ലെറ്റ്സ് സബ്മിറ്റ് ourselves in the